ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാം നിങ്ങൾക്ക്? എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ അരികിലേക്കാണ്. അങ്ങനെ നിങ്ങൾ ആളുകൾ എന്ന് പറയുമ്പോൾ, നമ്മൾ പ്രിയപ്പെട്ട ആളെന്ന് പറയുമ്പോൾ ദൈവമാണ്. ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഹനുമാൻ സ്വാമി, അതായത് ആലത്തിയൂർ ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. എൻ്റെ എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും എനിക്ക് ഒരു നാഴികക്കല്ല് പോലെ നമുക്ക് പറയാൻ കഴിയും ഹനുമാൻ സ്വാമിയുടെ ഒരു ചെറിയൊരു വെളിച്ചം. അതായത് എനിക്ക് എന്ത് കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോഴും എനിക്ക് ആദ്യം ഞാൻ പ്രാർത്ഥിക്കുക ഹനുമാൻ സ്വാമിനോടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ വിജയത്തിന് പിന്നിലും ഞാൻ എവിടെ തകർന്നു വീഴുന്നോ അവിടെ നിന്ന് എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ഹനുമാൻ സ്വാമിയാണ്. അങ്ങനെ ഞാൻ ഈ കുറേ കാലത്തിന് ശേഷം ആലത്തിയൂർ ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെത്തുകയാണ്. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് വെച്ചാൽ അവിൽ നിവേദ്യമാണ്. അങ്ങനെ ഞാൻ ഇവിടുന്ന് അവിൽ നിവേദിച്ചു, ശ്രീരാമസ്വാമിക്ക് അമ്പും വില്ലും സമർപ്പിച്ചു, ഹനുമാൻ സ്വാമിക്ക് ഗദ സമർപ്പണം. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ വിദേശ യാത്രയെല്ലാം പോകേണ്ട ആൾക്കാർക്ക്, കാര്യതടസ്സമുള്ളവർക്ക് ഇവിടെ ലങ്കാബദനം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അത് നമ്മളിപ്പോൾ ഒരു ഹനുമാൻ സ്വാമിയുടെ ഒരു കാല് പതിഞ്ഞൊരു സ്ഥലമുണ്ട്. അതവിടെ ചവിട്ടാതെ ആ ഭൂമിയിലേക്ക് നമ്മൾ ചാടുകയാണെങ്കിൽ നമ്മുടെ കടൽ മുഖേനയുള്ള എല്ലാ യാത്രകളിലും തടസ്സമില്ലാതെ നമുക്ക് സാധിക്കുന്നതാണ്. എല്ലാവരും നമ്മുടെ അടുത്തിരിക്കുന്നവരെല്ലാം ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ട്രെയിനിൽ ഞാൻ മാത്രം ഉണർന്നിരിക്കുക. കാരണം എന്താണെന്നോ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഉണർന്നിരിക്കണം എന്നാണ്. അങ്ങനെ ഞാൻ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക്, കോഴിക്കോടിലേക്ക് തിരിച്ചു വന്നു.